നമസ്കാരം പ്രശാന്ത് സാർ. ഇന്ത്യയിൽ വ്യാപക റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട്. രണ്ട്, SDPI കേന്ദ്രങ്ങളിലും ഓഫീസുകളിലുമായി. ഇവ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ബന്ധമുണ്ടാകാം. നമുക്കതിനകത്ത് ഇപ്പൊ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെയ്ഡ് ഈ പറയുന്ന പോലെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കേരളത്തിൽ ഉൾപ്പെടെ റെയ്ഡ് നടന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ എറണാകുളത്ത് നടന്നു, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഈ ബംഗ്ലാദേശികളെ പിടിച്ചെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പൊ കേരളത്തിൽ അതിന്റെ ഒരു ആവേശം കാണുന്നില്ല. ഇപ്പൊ ഡൽഹിയില് പുതിയ മുഖ്യമന്ത്രി വന്നതിന് ശേഷം അനധികൃത കുടിയേറ്റക്കാരെയും അല്ലെങ്കിൽ അവരുടെ പ്രദേശങ്ങൾക്ക് ബുൾഡോസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മാറ്റുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. അതുപോലെ ഉത്തരാഖണ്ഡ്, UP, മഹാരാഷ്ട്ര ഇവിടെയെല്ലാം ഈ ഒരു പ്രോസസ്സ്, അതായത് രോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശികളെയും കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം വളരെ വേഗത്തിൽ ഒരു നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഒരു വേഗത വർദ്ധിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള നിയമങ്ങളെല്ലാം ഇപ്പൊ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. മാത്രവുമല്ല, അനധികൃത കുടിയേറ്റക്കാരുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ അവര് ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കൊണ്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ പറ്റി വളരെ കൃത്യമായിട്ട് ഗവൺമെന്റിന് ബോധ്യമായിട്ടുണ്ട്. കാരണം അവരെ എന്തിനു ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരെ എന്താണ് അവരുടെ കുടിയേറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അപ്പുറമുള്ള കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എന്തിനാണ് ഇത്രമായിട്ട് ദീർഘമായിട്ട് ഇവിടെ നിലനിർത്തുന്നതിനെ പറ്റിയൊക്കെ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം 10 സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് SDPI ഓഫീസുകൾ റെയ്ഡ് നടക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റിനെ പിടിച്ചതിന് ശേഷമുള്ള റെയ്ഡാണ്. അതിനകത്ത് SDPI PFI ബന്ധം, അല്ലെങ്കിൽ SDPI തന്നെയാണ് PFI, അവരുടെ ഫണ്ടുകൾ മൊത്തം റേസ് ചെയ്യുന്നത് PFI ചാനലിൽ കൂടിയാണ്, അല്ലെങ്കിൽ പഴയ PFI ചാനലല്ല ഇപ്പൊ ഉപയോഗിക്കുന്നത് SDPI ആണ്. അതിനെ പറ്റിയൊക്കെ വ്യക്തമായ തെളിവുകളൊക്കെ ED പത്ര അല്ലെങ്കിൽ അവരുടെ കുറിപ്പുകളിൽ കൂടി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് SDPI നിരോധനത്തിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കേണ്ടി വരും. കാരണം അത്തരത്തിൽ രാജ്യത്ത് ഒരു ഭീകര സംഘടനയായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിലേക്ക് അതിന്റെ തെളിവുകൾ ശേഖരിച്ച് അല്ലെങ്കിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ കോടതിയിൽ എന്താണ് സമർപ്പിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് കോടതിയിൽ സമർപ്പിക്കുമായിരിക്കും. അപ്പൊ നമ്മൾ UP ഉത്തരാഖണ്ഡിലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ അനധികൃത കുടിയേറ്റത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭീകരമായ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം, ഉത്തരാഖണ്ഡ് കഴിഞ്ഞ ദിവസം അനധികൃത മദ്രസകൾ 500 എണ്ണം കണ്ടെത്തി. അനധികൃത മദ്രസകൾ കണ്ടെത്തുമ്പോൾ ഈ മദ്രസകളിൽ പരിശോധന നടത്തിയിട്ട് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ചോദിക്കുമ്പോൾ അവരൊന്നും ഇന്ത്യക്കാരല്ല. അതായത് ഇന്ത്യയിലെ അംഗത്വമുള്ളവരല്ല, ഇന്ത്യയുടെ നമ്മൾ പറയത്തില്ലേ പൗരത്വമുള്ളവരല്ല. ചോദിച്ചപ്പോൾ മൊത്തം ബംഗ്ലാദേശികളാണ്. അതിനെപ്പറ്റി വിശദമായിട്ട് ഒന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് പാവത്തങ്ങളല്ലേ അവിടെ പഠിച്ചോട്ടോ. അതുപോലെ തന്നെ UP ഈ ബോർഡറുകളിൽ ഈ പറയുന്നത് പോലെ നേപ്പാൾ ബോർഡറുകൾ ധാരാളം മദ്രസകളും ചെറുപള്ളികളും ഉയർന്നു വരികയാണ്. അപ്പൊ ഇതിനെപ്പറ്റി പോലീസ് വളരെ വ്യാപകമായിട്ട് അന്വേഷിച്ചപ്പോൾ 10 കൊല്ലത്തിനകത്താണ് ഇത്രയും വ്യാപകമായിട്ട് ഈ പള്ളികളും ചെറു മദ്രസകളും ഒക്കെ ഉയർന്നു വരുന്നത്. അപ്പം ഉയർന്നു വരുന്നതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അത് അവിടെ ജനബാഹുല്യം കൂടുന്നു, അല്ലെങ്കിൽ വിശ്വാസികൾ കൂടുന്നു, അതിനുവേണ്ടി സംവിധാനം എടുക്കുന്നു. ഈ 10 കൊല്ലത്തിനകത്ത് നമ്മൾ വിചാരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിക്കുന്ന മദ്രസകൾ എന്ന് പറഞ്ഞാൽ 10 വയസ്സുകാരനല്ലേ കാരണം അവിടെ ഈ നിൽക്കുന്നതൊക്കെ 35 വയസ്സ് 40 വയസ്സുള്ളവരാണ്. അപ്പൊ ഇതൊന്നും ഇവിടുത്തുകാരല്ല, കടന്നുകയറ്റക്കാരാണ്, ബംഗ്ലാദേശികളാണ്, അല്ലെങ്കിൽ മ്യാൻമർ മുസ്ലിങ്ങളാണ്. ഇവരെ കൃത്യമായിട്ടൊരു പരിശീലനം കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ വേറെ എന്തിനു വേണ്ടി അവരെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ്. ഇപ്പൊ ഈ അനധികൃത കുടിയേറ്റം സുപ്രീം കോടതി പറഞ്ഞില്ല ആസാമിൽ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കണം. ആസാമിൽ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്ന് പറഞ്ഞപ്പം ഏറ്റവും വലിയൊരു ഭീകരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. 84,073 പേര് അനധികൃത കുടിയേറ്റക്കാരെ അവിടുന്ന് കാണുന്നില്ല. ആസാമിൽ അവർ പാലായനം ചെയ്തിരിക്കുന്നു. എങ്ങോട്ട് പോയിരിക്കുന്നു, എവിടെ പോയിരിക്കുന്നു എന്നതിനെ പറ്റി അറിയത്തില്ല. അതുപോലെ തന്നെ ഈ UP ഈ പറഞ്ഞതുപോലെ അനധികൃത കുടിയേറ്റം മദ്രസകൾ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ ആസാമിൽ മദ്രസകൾ കേന്ദ്രീകരിച്ചും നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള പ്രദേശവാസികൾക്ക് ഈ അനധികൃത കുടിയേറ്റക്കാർ ഇപ്പൊ ബാധ്യമായിട്ട് വരുവാണ്. പശ്ചിമ ബംഗാൾ, UP, ആസാമിൽ ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിലും ഈ മദ്രസകളുണ്ട്. അവിടെ പറയുന്ന പോലെ ഇന്ത്യയിലെ പരമ്പരാഗത മുസ്ലിങ്ങളുണ്ട്. അവർ ഈ മദ്രസകളിൽ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആചാരങ്ങൾ ആ രീതിയിലൊക്കെ വളരെ മര്യാദയ്ക്ക് പോകുന്ന മുസ്ലിങ്ങളാണ് ഇപ്പം ഇറങ്ങി, ഇപ്പോഴത്തെ ആൾക്കാർ കേൾക്കുമ്പോൾ വിശ്വസിക്കത്തില്ലായിരിക്കും, ഇപ്പൊ ഇറങ്ങി അനധികൃത കുടിയേറ്റക്കാരെ ഇവിടുന്ന് ഒഴിവാക്കി തരണമെന്ന് പറയുന്നത്. കാരണം അവർക്കിപ്പോ ഇന്ത്യയിൽ നിലനിൽപ്പില്ലാതായി മാറിയിരിക്കുകയാണ്. അവിടെ മദ്രസകൾ നടത്താൻ പൈസ ഇല്ല, അവരുടെ കാര്യങ്ങൾ നടത്താൻ പൈസ ഇല്ല. ഇതിനെയെല്ലാം പുറത്ത് മറികടന്ന് നിൽക്കുകയാണ്. അവര് പറയുന്നു ഞങ്ങൾക്ക് മദ്രസകൾ നടത്താനും അല്ലെങ്കിൽ ഞങ്ങളുടെ അധ്യാപകർക്ക്
കുട്ടികൾക്കും വേണ്ട ഒരു ഭക്ഷണം കൊടുക്കാൻ പോലും ഞങ്ങളുടെ പൈസ ഇല്ല. പക്ഷേ അനധികൃത കുടിയേറ്റത്തിനകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയതായിട്ട് പൊങ്ങി വരുന്ന മദ്രസകളിൽ ഈ പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. കോടാനുകോടി രൂപ വരുന്നു, ഫണ്ടുകൾ വരുന്നു, ഈ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പം ആസാമിൽ ഈ പറഞ്ഞതുപോലെ യു പിയിലെ മുഖ്യമന്ത്രി, നമ്മൾ ഈ മുമ്പേ പറഞ്ഞത്, അവിടെ ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഇപ്പൊ പുറത്താക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ മദ്രസ അധ്യാപകരെ, മുസ്ലിം പണ്ഡിതന്മാരെ ഇവര് കൂട്ടുനിന്നാണ് അനധികൃത മുസ്ലിങ്ങളെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുമായിട്ട് നിരന്തരം ചർച്ച ആസാം മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ യു പി മുഖ്യമന്ത്രിയൊക്കെ നടത്തി അവരുടെ സഹായത്തോട്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഇപ്പൊ പ്രശ്നങ്ങൾ, വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ വിഷയങ്ങൾ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പം ഈ രണ്ട് റെയ്ഡും സമാന്തരമായിട്ട് പോകുമ്പോൾ, റെയ്ഡ് ഇപ്പം നാളെ കാലത്തെ വളരെ കൂടുതലായിട്ട് വരും, റെയ്ഡ് സമാന്തരമായിട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വളരെ കൂടുതൽ ആൾക്കാർ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ SDP-കാരനോ PFI-കാരനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളോ ഒന്നുമല്ല. വളരെ കുറച്ച്, ഒരു 5% അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 10% ആൾക്കാർ ഈ മാതിരിയുള്ള ഐഡിയോളജിയുമായിട്ട് നിൽക്കുന്നു. അവർക്ക് ഒരുപക്ഷെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി കോടാനുകോടി രൂപ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി വിദേശത്തുനിന്ന് ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നത്. വിദേശത്തുനിന്ന് ഫണ്ടുകൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണല്ലോ പെടുത്തിയത്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇവരിങ്ങനെ ഇന്ത്യക്കപ്പുറമുള്ള ബംഗ്ലാദേശിനും മ്യാൻമറിൽ നിന്നുമുള്ള മുസ്ലിങ്ങളെയൊക്കെ വേണ്ട രീതിയിൽ ഈ പറയുന്ന ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത കുത്തിവെച്ച് നാളെ കാലത്തെ ഇവരെ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇപ്പൊ ഈ റെയ്ഡ് സമാന്തരമായിട്ട് പോകുന്നത്. ഇപ്പം ഏറ്റവും അവസാനം SDP എടുത്ത ഒരു സമരം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ വഖഫിനെതിരെയുള്ള സമരമാണ്. വഖഫിനെതിരെയുള്ള സമരം നമ്മുടെ കേരളത്തിൽ മാത്രം പരിശോധിക്കുമ്പോൾ കൊല്ലത്തും മലപ്പുറത്തും നടന്ന സമരത്തിനകത്തെ ആളിന്റെ ബാഹുല്യം ഒരുപക്ഷെ മുസ്ലിം ലീഗുകാർ നടത്തിയ സമരത്തെക്കാട്ടി വലിയ ബാഹുല്യമായിരുന്നു മലപ്പുറത്തൊക്കെ ഉണ്ടായിരുന്നത്. അത് പശ്ചിമ ബംഗാളിൽ നടന്നു, അതാ പറയുന്നത് പോലെ ഗുജറാത്തിൽ നടന്നു, UP നടന്നു, ഈ പറയുന്ന ഒട്ടുമുക്കാലും സംസ്ഥാനങ്ങളിലൊക്കെ, തമിഴ്നാട്ടിൽ നടന്നു സംസ്ഥാനങ്ങളിലൊക്കെ ഈ ജാഥയും അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൂട്ടായ്മയും ഉണ്ടായിരുന്നു. അപ്പം അവര് ആളുകളെ സംഘടിപ്പിക്കുന്നു. ഇപ്പൊ വഖഫിന്റെ തന്നെ നമുക്ക് മനസ്സിലാവും വഖഫ് നിയമ ഭേദഗതി എന്തോ. വഖഫ് നിയമ ഭേദഗതി ഇവിടുത്തെ എല്ലാവർക്കും യോഗ്യമായ ഒരു ഭേദഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇത് പ്രതിപക്ഷത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് എല്ലാവരുടെയും കൂടി ചർച്ച ചെയ്ത് പൊതുജനം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടി അതിന്റെ അല്ലെങ്കിൽ പാസ്സാക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തത്. അതായത് പാർലമെന്ററി കമ്മിറ്റിക്കകത്ത് വെച്ചത്. അപ്പൊ എന്നിട്ട് പോലും അതിനകത്ത് ഈ പറയുന്നത് പോലെ വേണ്ട രീതിയിൽ ബോധ്യമില്ലാത്ത ആൾക്കാരെ അവരുടെ ആവശ്യമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് നാളെ കാലത്തെ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാവും. അതായത് മാർച്ച് 10 വഖഫ് നിയമം ബില്ല് പാസ്സാക്കുന്ന ആ പാർലമെന്റ് സമ്മേളനത്തിൽ ആൾക്ക് പാസ്സാക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനു മുമ്പേ ഇന്ത്യയിലുടനീളം ഒരു ഒരുക്കം നടത്തുന്നു. വേണ്ടി വന്നാൽ ഈ പറയുന്ന നമ്മുടെ പൗരത്വ ഭേദഗതി നിയമവും അല്ലെങ്കിൽ അന്ന് കർഷക നിയമവും പല നിയമങ്ങളുടെ മുമ്പേ അല്ലെങ്കിൽ അത് വന്നപ്പോൾ ഇവിടെ ഇന്ത്യയിലുടനീളം കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതുപോലെ ഉള്ള ഒരു കലാപത്തിന് വേണ്ടിയുള്ള ഒരു സാധ്യത വേണമെങ്കിൽ സ്വരുക്കൂട്ടുന്നു എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയായിരിക്കും ഇപ്പം അഖില ചോദിച്ചതുപോലെ ഈ രണ്ട് റെയ്ഡുകളും സമാന്തരമായിട്ട് നടക്കുന്നുണ്ടോ. ഇപ്പം ഈ റെയ്ഡുകൾ വ്യാപകമാക്കുന്നതിന് കാരണമുണ്ട്. ഇപ്പം എല്ലാത്തിനും ഒരു നിയമം വേണ്ടേ. നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെ നടപ്പാക്കണമെന്നുള്ള ആ നിയമത്തിന്റെ അല്ലെങ്കിൽ ആ നിയമം പൂർണ്ണമാക്കുന്നതിന് 1-2 കൊല്ലം എടുത്തു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിനുശേഷം കോവിഡാണ് വന്നത്. കോവിഡ് വന്നപ്പോൾ ഇവിടെ ധാരാളം ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ വളരെ അല്ലെങ്കിൽ ലോകം വളരെ മോശം അവസ്ഥ. അപ്പൊ ആദ്യമേ നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ആ നിയമം പാസ്സാകുന്നതിന് വേണ്ടി വളരെ ദീർഘമായിട്ടൊരു സമയമെടുത്തു. അല്ലെങ്കിൽ ആ ഒരു 1-2 കൊല്ലം ലാഗ് വന്നു. അതിനുശേഷം ഈ നിയമം വളരെ കൃത്യമായിട്ട് നടപ്പാക്കണം. ആ നിയമത്തിന് കൃത്യമായ അല്ലെങ്കിൽ എങ്ങനെയാണത് ഒരാളെ ഒരു അനധികൃത പൗരൻ ഇന്ത്യയിൽ ഉണ്ടായാൽ അവനെ പിടിക്കേണ്ടത്, അവനെ പുറത്താക്കേണ്ടത്, അതിന് ഒരു നിയമം വരുമ്പോൾ അതിന് ഇതുണ്ടല്ലോ എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ട് ഇനിയുള്ള റെയ്ഡുകൾ, പുറത്താക്കലുകൾ എല്ലാം ഈ പറയുന്നത് പോലെ വളരെ വേഗത്തിലായിരിക്കും. കാരണം അത് ഇന്ത്യയുടെ സുരക്ഷിതത്തെ ബാധിക്കും. ഇപ്പൊ എനിക്കും അഖിലേക്കും കഴിക്കേണ്ട ഭക്ഷണം വെളിയിൽ നിന്ന് ഒരു അനധികൃതമായിട്ട് ഒരാൾ വന്ന് കഴിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ ഈ അനധികൃത കുടിയേറ്റക്കാരെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്തെ ബാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നാളെ കാലത്തെ ഒരു കലാപം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഇവരെ ഉപയോഗിക്കുന്നു. അപ്പൊ ഈ രീതിയിലുള്ള കാര്യം നിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പം പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും ഭീകരമായ ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഏതാണ്ട് 84,703 പേരെ റെക്കോർഡിക്കലി അനധികൃത കുടിയേറ്റക്കാർ ആസാമിൽ നിന്ന് പാലായനം ചെയ്തത്. എങ്ങോട്ട് പോയി എന്ന് പറയുന്ന ആസാം സർക്കാരിന് പോലും ഇപ്പം ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ അവിടെ ആ മുസ്ലിം MLA-മാരൊക്കെ ഒരു വിഷയമായിട്ട് ഇവിടുത്തെ അവരെ കൊന്നുകളഞ്ഞതാണോ, അവരെന്ത്യ എവിടാണ് മറ്റാണ്. പക്ഷെ അവർ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. ആ ബോർഡറിലോട്ട് ചെന്നാൽ നമുക്ക് അറിയാൻ സാധിക്കും, വേറെ രാജ്യത്തോട്ട് കയറിയാൽ നമുക്കറിയാം. പക്ഷെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഭയക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവര് ദക്ഷിണേന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടാകാനാണ് സാധ്യത.
അതായത് തമിഴ്നാട്, കേരളം, അതിനകത്ത് ഏറ്റവും കേരളമാണ് സുരക്ഷിതം. കേരളം നമുക്കറിയാലോ, കേരളത്തിൽ നിന്ന് എത്ര ആസാമികളെ പിടിച്ചുകൊണ്ട് പോയി ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾക്കറിയാവുന്നവരെ, അതിനകത്തുള്ളത് മൊത്തം വലിയ ക്രിമിനൽസ് ആണല്ലോ. അതുപോലെ ഇവരവിടുന്ന് മാറണമെങ്കിൽ ഇവരെല്ലാം വലിയ ക്രിമിനൽസ് ആണ്. നാലക്കാലത്ത് ഇവരെ പിടിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടോ, അതിന് ഡ്രൈവ് നടക്കുന്നുണ്ട്, അതിന് ഉത്തരവുണ്ട്. പിടികൊടുക്കാതെ കടന്നിട്ടുള്ളത് ഒരു പക്ഷേ കേരളത്തിലേക്കാണ് സാധ്യത. കേരളത്തിൽ ഈ പറയുന്ന മറ്റു സംസ്ഥാനങ്ങളെ കാട്ടി വളരെ വളരെ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആസാമികളുണ്ട്, അറിയാം. ആസാമിൽ നിന്ന് പറയുന്ന ആൾക്കാർ ആസാമിൽ കുടിയേറിയിട്ടുള്ള ഈ പറഞ്ഞ മ്യാൻമർ മുസ്ലിങ്ങളും ബംഗ്ലാദേശ് മുസ്ലിങ്ങളും ഒക്കെയാണ്. മാത്രമല്ല കൊടും ക്രിമിനൽസ് ആണ്. ആസാമിൽ ഇപ്പം ഏറ്റവും അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയുന്ന അനധികൃത മദ്രസകൾ, അനധികൃത കുടിയേറ്റക്കാർ, ഇവർക്ക് മതപ്രഭാഷണത്തിന് ആൾക്കാർ വരാറുണ്ട്. അത് മിക്കവാറും പശ്ചിമ ബംഗാളിൽ നിന്നാണ് വരുന്നത്. ഈ പശ്ചിമ ബംഗാളിൽ വരുന്ന മതപ്രഭാഷകർക്ക് പോലും ഇപ്പൊ ആസാമിൽ കയറാൻ പറ്റത്തില്ല. ഇപ്പൊ അത് കയറാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് പശ്ചിമ ബംഗാളിലെ, ബംഗ്ലാദേശിൽ നിന്ന്, പശ്ചിമ ബംഗാൾ എന്നല്ല ബംഗ്ലാദേശ്, ക്ഷമിക്കണം. ഇപ്പൊ ഈ കയറാൻ പറ്റുന്നത് പശ്ചിമ ബംഗാളിലാണ്, അല്ലെങ്കിൽ അവിടെ ചില ഈ ഏരിയകളിലാണ്. ബാക്കി യു പിയിൽ ഉൾപ്പെടെ ഇവിടത്ത് കയറാൻ പറ്റില്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തിനു വന്നു, എന്താണ് അയാൾ എവിടെയൊക്കെ പ്രസംഗിക്കുന്നു, ഏതൊക്കെ മദ്രസകൾ പോകുന്നു എന്നതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ആസാം ഉൾപ്പെടെയുള്ള വളരെ കൃത്യമായിട്ട് നോക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇവരുടെ അജണ്ടകൾ പാസ്സാക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ. മാത്രവുമല്ല ഈ അനധികൃത കുടിയേറ്റക്കാരെ, മ്യാൻമർ മുസ്ലിങ്ങളെ, ബംഗ്ലാദേശികളെ കൃത്യമായിട്ട് പിടിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവർക്ക് അവിടുന്ന് മാറിയിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഭയക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 80,000-ഓളം പേർ ഈ പറയുന്ന കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള കാര്യം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആസാമികൾ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ള ക്രിമിനൽസ്, പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ക്രിമിനൽസ് ഉൾപ്പെടെ, ഇവിടെ നിലനിൽക്കുന്ന ക്രിമിനൽസ് ഉൾപ്പെടെയൊക്കെ അവിടുന്ന് പാലായനം ചെയ്ത് വന്നിട്ടുള്ളതാണ്. ആർക്കും സുരക്ഷിതമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഇത് നാളെ കാലത്ത് നമ്മുടെ സുരക്ഷയും നമ്മുടെ പ്രശ്നങ്ങളെയും ഒക്കെ ബാധിക്കും. ഏതെങ്കിലും രീതിയിൽ ഒരു കലാപ ഉദ്ദേശം അവർ ഉരുത്തിരിച്ചെടുത്താൽ അത് ഇന്ത്യയിൽ എവിടെയെങ്കിലും നടത്തണമെന്ന് വിചാരിച്ചാൽ അത് മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കാതെ പോകുമ്പോൾ ഇവിടെ ഈസി ആയിട്ട് നടക്കാനും അല്ലെങ്കിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. നമ്മളുടെ ആൾക്കാർ ഇതിനകത്തൊരു ഈ പറയുന്ന മൃദു സമീപനം നടത്തിക്കൊണ്ടാണ് പോകുന്നത്. അതിന് കാരണവും എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇതുപോലെയുള്ള ഇൻസിഡന്റുകൾ മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നതുപോലെ കേരളത്തിൽ നടന്നിട്ടില്ല. കേരളം അവർക്ക് കൃത്യമായിട്ട് ഇരിക്കാൻ, അതായത് ഇത്തരത്തിൽ പരിപാടികൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ, സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു മേഖലയായിട്ട് അവർ കാണുന്നത് കൊണ്ട് അവിടെയൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ ശ്രദ്ധ വരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഇരുന്നു കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഇനിയും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് കാണുമ്പോൾ അവരുടെ സാന്നിധ്യവും അവരുടെ ലക്ഷ്യവും ഒക്കെ നടപ്പാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് ഇവിടെ തന്നെ ഇരുന്ന് പൊട്ടിത്തെറിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരെ, ബംഗ്ലാദേശികളെ, മ്യാൻമർ മുസ്ലിങ്ങളെ ഒക്കെ നേരത്തെ 47-ൽ ഇന്ത്യ പിടിക്കുമെന്ന് പറഞ്ഞവർ അവർക്ക് വേണ്ടി ഇന്ത്യയെ മൂന്നായിട്ട് വിഭജിച്ച് 3 രാജ്യമാക്കി പ്രത്യേക രാജ്യം എന്ന് പറയുന്ന സങ്കല്പം വരെ നമ്മൾ കേട്ടതാണ്. ഒരു പക്ഷേ അവരെ എല്ലാം സംരക്ഷിക്കുന്നത്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, അവരുടെ മദ്രസകൾ ഫണ്ട് അനുഭവിക്കുന്നത്, ജോർജ് സോറസിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിക്കുന്നത് ഒക്കെ ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്നതിനും ഇവരുദ്ദേശിക്കുന്നത് പോലെ ഇന്ത്യ പിടിച്ചെടുക്കുന്നതിനും അവരുടെ പ്രധാനമന്ത്രിയെ സ്ഥാപിക്കുന്നതിനും ഒക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യ വളരെ കരുതലോടെ ഇത്തരത്തിൽ റെയ്ഡുകൾ സമാന്തരമായിട്ട് SDP ഓഫീസുകളിലും അല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും ശ്രമിക്കുന്നതെന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.